ഇങ്ങോ അരിയുണ്ട് ബാക്കി വാ. ഷായി സാർ മേടിച്ചാ? മേടിക്കാം. ആര്? ഞാൻ വെറുതെ ഒരു ഞാൻ കൊടുക്കും ഭാരത് റൈസ്. മൂന്നോ നാലിനോ എടുത്തോളൂ. ഇങ്ങനെ 34 ഉറുപ്പയുള്ളൂ. അതാണ് ലാഭം. 55 അരിയാ. 1020 ഉറുപ്പയ്ക്ക് 3 എണ്ണം കിട്ടും. 30 കിലോ. പൊന്നി സ്വാമിയാർക്ക് പറ്റും. അതിന് സ്വാമിമാർക്ക് മാത്രമേ നമുക്കൊന്നും പറ്റില്ല. നമ്മൾ സ്വാമിമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഗൂഗിൾ പേ ഉണ്ട് ജോൺ സാറേ. പൈസ കൊടുക്കാം. പിന്നെ ഇത് ബാങ്ക് വിത്ത് ബാങ്കാ. ഞാനിവിടെ കല്യാണം നിങ്ങൾക്ക് സാറ് പോട്ടെ. നിങ്ങൾക്ക് 700 കൊടുത്താൽ ഭാരത് റൈസ് നിനക്കുള്ള മാറ്റി വെച്ചിട്ടുണ്ടോ? 1000 രൂപ അടിക്കും. 1000 ഇതിനകത്ത് പൈസ കൂടുതൽ കൊടുക്കണ്ട. അത് ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നേരത്തെ കൊണ്ട് കൊടുക്കേണ്ട സാധനം. ഇത് ഈ ഒളിച്ച് 3-4 മണിക്ക് കൊണ്ടുവന്നിട്ട് എത്ര ആൾക്കാർക്ക് ഇത് കിട്ടുന്നുണ്ട്? നമസ്കാരം. ആ ഹോട്ടൽ വീഡിയോ നേരത്തെ എത്തിക്കണം ഇവിടെ. 1000 നമ്മൾ തീർക്കൂലേ? നമ്മുടെ ജോൺസൺ ചേട്ടനുണ്ട്, മനോജുണ്ട്. എല്ലാവരും ഭാരത് റൈസ് മേടിക്കാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുകയാണ്. എല്ലാ മനുഷ്യന്മാർക്കും കിട്ടുന്ന സാധനം. ഇത്രയും വില കുറച്ച് അരി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. ഞാൻ വിളിക്കാമേ. അല്ല, ഒരു 10 ചാക്ക് ബാക്കിയോടെ ഞാൻ എടുത്തോളൂ. ഒരു 10 ചാക്ക് ബാക്കിയോടെ ഞാൻ എടുത്തോളൂ. ഇവനെ വീട്ടിൽ വിടണം. ഇങ്ങനെ ഇറങ്ങണം. വേറെടാ ഹൈസ് എവിടെ വീട്? എറണാകുളംകാരൻ അവിടെ ഭാരത് റൈസ് കൊടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. നമ്മുടെ ഏരുവശി പഞ്ചായത്തുകാർക്ക് വേണ്ടിയിട്ട് കണ്ണൂർ ജില്ല വന്നേക്കുന്നത് എറണാകുളംകാരൻ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? കണ്ണൂർ ഉസാറാണോ? എറണാകുളത്ത് എവിടെയാ? പെരുമ്പാവൂർ കാരണം നല്ല തിരിയുള്ളൂ. ഇന്നിപ്പോ തീർന്നില്ലെങ്കിൽ എങ്ങനെ വീട്ടിൽ പോകും? ഞാൻ നാളെ കണ്ണൂർ വേറെ വരുന്നുണ്ട്. റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ടാണ് നാളെ വരുന്ന ലോഡ് കൂടെ കൊടുത്തിട്ടേ പോകുള്ളൂ. കേരളത്തിൽ മൊത്തം അങ്ങനെ നമ്മുടെ ഭാരത് റൈസിന്റെ പ്രതികരണം എങ്ങനെയാ? അതെ, ഇത്ര വില കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള അരി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? 50 ബാക്കി 30 കൊടുത്തേ. അരി ഇവിടെ ചലമ്പറമ്പ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് സമീപമാണ്. ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സമീപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാർ തിരക്കാണ്. ഇഷ്ടംപോലെ സാധനം ചെലവാകുന്നുണ്ട്. വളരെ നല്ല അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലയിൽ, കുടിയേറ്റ മേഖലയിലാണ് ഇപ്പോൾ ഇത്രയും ഭീമമായ രീതിയിൽ അരി ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. വില കാരണങ്ങളാണ് ഞങ്ങൾ അരി മേടിക്കുന്നത്. ഷായി സാർ എത്ര വേണ്ടേ? മൊത്തം ഒരു വില കുറച്ച് പങ്ക് എടുത്താലോ മൊത്തത്തില്? ആറിനപ്പുറത്ത് മറിച്ചടിയൊന്നുമല്ല. നമ്മളെ വീട്ടിൽ കൊണ്ട് വെക്കും, അടിക്ക് വെക്കും.
ഒരു 12. എടാ കുഞ്ഞിന് വടം കൊണ്ട് അരി മേടിക്കടാ. അരി മേടി സാധനം മേടിച്ച് തീർക്ക്. ഈ 340 രൂപയ്ക്ക് 10 കിലോ അരി. അത് നല്ല പൊന്നിയരി, ഇച്ചിരി മീൻകറി, ഇച്ചിരി അച്ചാറ്. ഈ 2 ബൈക്ക് മാറ്റാക്കി വണ്ടി പൊറോട്ട ഒരു 10 ആക്കൊണ്ട് അവസാനം ഞാൻ എടുത്തോളൂ. ഇതാ അടി 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 കേട്ടോടെ. എന്തോ അത് സമയം എത്രയൊക്കെ വേണം നിനക്ക്? നിനക്ക് എത്രയൊക്കെ വേണം? 2 ആക്ക് ഗൂഗിൾ പേ നമ്പറിലോട്ട് ചെയ്യും. 62 38 ആ പെട്ടെന്ന് വെച്ച് സാധനം നേരത്തെ പറയണ്ട പോയി ഇവിടെ. ഒരു 2 ബാഗ് വരും. ആള് വരുന്നുണ്ട്. ഷാഫി 2 ബാഗ് മാറ്റിക്കും. വണ്ടി വരുന്നുണ്ട് മോനെ, വീട്ടിൽ വണ്ടി വരുന്നുണ്ട്. ആളെ വെച്ചോട്ടെ. അരി 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 ആ ഇത് പോകാൻ ചേട്ടാ. പെരുമ്പാവൂരുകാരൻ ചെറുക്കനെ വീട്ടിൽ കൊണ്ടുവന്ന സാധനം നമ്മൾ ഇത് കൊടുക്കും. എല്ലായിടത്തും വീട്ടിൽ പോയി നേരത്തെ അവിടെ തന്നെ നിർന്നാണ് സാധനം. പിന്നെ അല്ലാണ്ട് മക്കളെ അടിച്ചു കയറ അരി മേടിക്കണ അരി ആ പിണ്ണാക്ക മേടിക്ക്. അത് ഓരോ എല്ലാം മേടിച്ച് സഹായിച്ചേ. സാധനം തീർത്ത് കൊടുക്കുക. വണ്ടി വീട്ടിൽ പോട്ടെ. എല്ലാം അടിച്ച് നമ്മൾ നേരത്തെ കൊടുക്കില്ല. ബൈക്ക് ഇവിടെ വെച്ചോ. ഞാൻ കൂട്ടാരോട് വിളിച്ചോ. ആദർശേ മൊത്തത്തില് വില ടോക്കൺ കൊടുക്കും. വണ്ടി അവിടെ സൈഡിലെത്തിക്കും. ചേട്ടൻ പിടി. ഒരു 2 കിട്ടിയോടാ കിട്ടിയോടാ കിട്ടിയോ? 2 കിട്ടിയോ? 2 കിട്ടിയില്ലേ? ഇവൻ 2 ആ കുട്ടിനെ വേണ്ടി കുട്ടിനെ വേണോ? അവരാണോ വന്നില്ല? $70 കൊണ്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി. 700 ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ 340 രൂപ 10 രൂപ ആണോ? ഒരു 300 എടുത്താൽ ഞാൻ നിങ്ങളെ കൊണ്ട് പോകുന്നേ.
നേരായാലും ഞാൻ പോയിട്ട് വെക്കാൻ പറഞ്ഞിട്ട് കൂട്ടിച്ചു മൂന്നേക്ക് എത്രയൊക്കെ എനിക്ക് വേണ്ടേ? എടാ 20 കൂടെ കൊണ്ട് മൂന്നേക്ക് എടുത്തൂടെ? 2,650. ആ 100 കൊണ്ട് ബാക്കിയതാണ്. ഒരു മൂന്നേക്ക് കൊടുക്കേ. ഒരു 80. ഇവര് അവരുടെ ചെറിയ അരമണിക്കൂറിന്റെ പ്രശ്നമില്ല. പറഞ്ഞ പൈസയും കൊണ്ടാ ഈ ഒരു പ്രാവശ്യം പേര് കൊടുത്താൽ മതി. കുഴപ്പമില്ലായിരിക്കും. മുട്ടിയ പ്രശ്നമാണ്. ഞാൻ പെട്ടെന്ന് ചെല്ലു. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നമേ ഉള്ളൂ. ആ ഇതാ സേഫ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് വീട്ടിലെത്തും. അല്ലെങ്കിൽ ചെറുങ്ങനെ ഒന്ന് പൊട്ടിയാൽ മതി. KSB ഇല്ലില്ല, KSB ഉദ്യോഗസ്ഥരായ അവിടെ ഷാജേട്ടൻ പൊട്ടിപ്പോരുത്, വേണം വീട്ടിൽ കൊണ്ടുതരാം. നല്ല സാറിനാണ് ഞാൻ വരുന്നത്. താഴെ പോലെ താഴെ പോവോ? ആ ഈ ബ്രെഡ് പോയാലും അരി പോരുത് സാറ്. അടിപൊളി. പിന്നെ അല്ലാണ്ട് കാര്യങ്ങൾ അരി ഇനിയും വരട്ടെന്നേ. ഇനിയും ബസ്മതി റൈസ് വരട്ടെ ഇങ്ങോട്ട്. അല്ലാണ്ട് പിന്നെ പിന്നെ ഞങ്ങളിത് പയ്യാവൂരിന്ന് 3 മണിക്ക് വന്നിട്ട് വേവിച്ചിട്ട് കഞ്ഞി വെച്ചിട്ട്